ശ്രീ വത്സൻ തില്ലങ്കേരി, നമുക്കറിയാം പോലീസിന്റെ അനാവശ്യ ഇടപെടൽ കുറച്ച് ദിവസമായി തന്നെ പൂരപ്രേമികളെ അസ്വസ്ഥരാക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും പൂര പ്രദർശനം പോലും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ ഇതിന് എന്ത് പ്രകോപനമാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ പോലും പോലീസ് പ്രതികരിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തൃശ്ശൂരിൽ പോലീസിന്റെ മേധാവികൾ കാണിക്കുന്ന ധാർഷ്ട്യം എല്ലാ അതിരും ലംഘിച്ചിരിക്കുക. പൊതുജനങ്ങൾ, പൂരപ്രേമികൾ, രാഷ്ട്രീയ സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി പോലീസിന്റെ തെറ്റായി നീക്കത്തെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും പോലീസ് പൂരത്തിനെതിരെ, പൂരച്ചടങ്ങുകൾക്കെതിരെ, അനുബന്ധ പരിപാടികൾക്കെതിരെ ഇപ്പോഴും നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്താ പ്രശ്നം എന്താണ്? ഇവർക്കെന്താ പ്രശ്നം എന്താണ്? ഇവരെന്താണ് ഇത്രയും അഹങ്കാരം കാണിക്കുന്നത്? ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇവരെ നയിക്കുന്നത്? ആരാണ് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്? ഇത് വലിയൊരു പ്രശ്നമല്ലേ ഇത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് പോലീസ് ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ആഘോഷ പരിപാടികളിലും കയറി ഇടപെട്ട് തെറ്റാണെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയും. ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയും. പിന്നെ ആരാ ഇവിടെ ഭരിക്കുന്നത്? ആരാണ് ഇവിടെ നിയന്ത്രിക്കുന്നവരെ? പോലീസിനെ നിയന്ത്രിക്കുന്നവരാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിയില്ല. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ഇത് 2-3 ദിവസമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചരിത്രത്തിൽ ആദ്യമായി പൂരച്ചടങ്ങുകൾ നിർത്തിവെക്കേണ്ടി വന്നു. 3 മണിക്ക് നടത്തേണ്ടുന്ന വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തേണ്ട ദയനീയമായ സാഹചര്യം ഉണ്ടായി. ലക്ഷക്കണക്കിന് ഭക്തന്മാരെ നിരാശപ്പെടുത്തി. പൂരപ്രേമികൾ പ്രതിഷേധിച്ചു. ഇതൊക്കെ ഉണ്ടായത് അവിടുത്തെ പോലീസിന്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും തിരുത്താൻ തയ്യാറാകുന്നില്ലത് മാത്രമല്ല, കൂടുതൽ കടന്നു കയറാനും ആക്രമിക്കാനോ തയ്യാറാകുന്നെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യണം? നിയമം കയ്യിലെടുക്കണമെന്നാണോ? സംഘർഷം ഉണ്ടാകണമെന്നാണോ? തെരുവിൽ പ്രതിഷേധിക്കണമെന്നാണോ ഇവിടുത്തെ ഭരണകൂടം ആഗ്രഹിക്കുന്നത്? ഒരു കലാപം ഉണ്ടാകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അതിലേക്കാണോ ജനങ്ങളെ തള്ളിവിടുന്നത്? അതിന് മുതലെടുപ്പ് നടത്താനാണോ ആഗ്രഹിക്കുന്നത്? ഇത് ഗുരുതരമായൊരു സാഹചര്യമാണ്. തൃശ്ശൂരിൽ കൈവിട്ട കളിയിലേക്കാണ് പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂടം നീങ്ങുന്നത്. എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം. ശ്രീ വത്സൻ തില്ലങ്കേരി, നോക്കൂ, ഭാരവാഹികളെല്ലാം പറയുന്നുണ്ട്, ഞങ്ങൾ ദേശീയ ബിംബങ്ങളെ പ്രദർശിപ്പിച്ചു, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ദേശീയ ബിംബങ്ങൾ പ്രദർശിപ്പിച്ചതാണ് പോലീസിന് പ്രകോപനമുണ്ടാക്കാൻ കാരണമെന്ന് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇങ്ങനെ ദേശീയ ബിംബങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിന് അഭിമാനമായ ബിംബങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ അസ്വസ്ഥരാകുന്നത്? ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ശ്രീരാമനെ അല്ലാതെ, ശിവനെ അല്ലാതെ, ഗണപതിയെ അല്ലാതെ, ഹനുമാനെ അല്ലാതെ പിന്നെ പ്രദർശിപ്പിക്കണം എന്നാണ് ഇവർ പറയുന്നത്. അതൊരു ആത്മീയ പരിപാടിയാണ്. ശരിയാണ്, കലാപരമായ മേന്മയോടുകൂടി മത്സരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. അതിൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന കാര്യമാണിത്. ശ്രീരാമൻ ഈ രാജ്യത്തിന്റെ ദേശീയ ബിംബമാണ്, ദേശീയ ആദർശമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ മര്യാദ പുരുഷോത്തമ എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. തന്റെ സങ്കല്പത്തിലുള്ള രാഷ്ട്രത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് രാമരാജ്യം എന്നാണ്. രാമന് ഇവരെതിരാണ്. പക്ഷേ അവർക്ക് അവരുടെ എതിർപ്പ് പുറത്തു പറയാം. ക്ഷേത്രത്തിൽ എന്ത് നടക്കണം, ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ ഇവർക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? ഭരണകൂടത്തിന്, CPM-ന്. അവരെന്തിനാ പോലീസിനെ ഉപയോഗിച്ച് ഇതിനൊക്കെ തടയാനും വെല്ലുവിളിക്കാനും നടക്കുന്നത്? ഇത് ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി, ആരുടെയൊക്കെയോ കയ്യടി നേടാൻ വേണ്ടി ഹിന്ദുക്കളുടെ ഇത്തരം മഹത്തായ ഉത്സവങ്ങളും ആഘോഷങ്ങളും തടയുന്നത് എന്ന് മേനി നടിക്കാൻ വേണ്ടി, അതിലൂടെ എന്തൊക്കെയോ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢ നീക്കം ഇതിന് പുറകെയുണ്ട്. പോലീസുകാരൊക്കെ ഇതിന് തട്ടുവും മാത്രം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മറ്റു ചിലരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഹിന്ദു ആഘോഷങ്ങളുടെയും ക്ഷേത്ര ഉത്സവങ്ങളുടെയും മെക്കിട്ട് കയറാൻ CPM ധാർഷ്ട്യം കാണിക്കുന്നത്, ഭരണവും മുതിരുന്നത്. ഇത് കടന്നകയാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തലയൊറിയലാണ്. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്രയും പെട്ടെന്ന് പോലീസ് പൂരനഗരിയിൽ നിന്ന്, ആഘോഷ ചടങ്ങുകളിൽ നിന്ന് പിന്മാറിയാൽ അവർക്ക് നല്ലത്.